പാകിസ്ഥാനിൽ നമ്മൾ അടി കൊടുക്കുമ്പോൾ, ചുട്ട അടി കൊടുക്കുമ്പോൾ പൊള്ളുന്നത് ഇവിടുത്തെ സുഡാപ്പികൾക്കാണ്. അവർ പറയും, ഓ പാകിസ്ഥാനെ ചെയ്തു, നിങ്ങൾ ചൈനക്കിട്ട് വല്ലതും ചെയ്തെന്ന് കാണിക്കേ. കാരണം ഇന്ത്യ ഔദ്യോഗികമായിട്ട് പറഞ്ഞു, ഇന്ത്യ യുദ്ധം ചെയ്ത ഒരാളുടെ മാത്രമല്ല, ചൈനയുണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, തുർക്കി ഉണ്ടായിരുന്നു. 3 പേരോടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് യുദ്ധം ചെയ്തത്. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ ചൈന നേരിട്ടും അല്ലാതെയുമൊക്കെ നമ്മളുമായി പല ഗുസ്തിയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചൈനയെ എന്താ ഒന്നും ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഇവിടെ ഉയർത്തുന്നത് പാകിസ്ഥാനെ നമ്മൾ അടിക്കുമ്പോൾ നോക്കുന്ന നേരത്തെ പറഞ്ഞ കൂട്ടർക്കാണ്. അപ്പോൾ പക്ഷേ ചൈനയുടെ കാര്യത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതൊന്നും ഇരിക്കുന്നില്ല. നമ്മൾ അതിർത്തിയിൽ ഒന്നാന്തരം റോഡുകൾ ഉണ്ടാക്കുന്നു, ഏറ്റവും വലിയ മലനിരകളിൽ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന വിമാനവേദ തോക്കുകൾ മലനിരകളിൽ കൊണ്ട് നമ്മൾ പാറ്റൻ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സന്നാഹങ്ങൾ നമ്മൾ ചൈന അതിർത്തിയിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ചൈനയോട് ചേർന്ന് അരുണാചൽ പ്രദേശിലൂടെയൊക്കെ കടന്നു പോകുന്ന വലിയൊരു റോഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നവംബറിൽ തുറക്കും. ദൗലത് ബഗ് ഓൾഡി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ചൈനയുമായിട്ടുള്ള കൺട്രോൾ അതിർത്തിയോട് ചേർന്നുണ്ടാക്കുന്നത്. ഇപ്പോൾ ഉള്ള റോഡ് ഈ ഓർബക് ഷയോക്ക് ദൗലത് ബഗ് ഓൾഡി എന്നുള്ള റോഡാണ് ഉള്ളത്. ഇത് ചൈനയ്ക്ക് നേരിട്ട് കാണാവുന്ന റോഡാണ്. ചൈനയ്ക്ക് വേണേൽ അതിലുള്ള നമ്മുടെ സേനാ വ്യൂഹത്തെയൊക്കെ നേരിട്ട് കണ്ട് ആക്രമിക്കാൻ പറ്റും. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ദൗലത് ബഗ് ഓൾഡിയിൽ നമ്മൾ പുതിയ റോഡ് അതിവേഗത്തിൽ പണിതുകൊണ്ടിരിക്കുന്നത്. ആൻ്റണിയുടെ കാലം വരെ ഉള്ള പ്രതിരോധ മന്ത്രിമാർ അതിർത്തിയിൽ റോഡുണ്ടാക്കാൻ മടിക്കുകയായിരുന്നു. 2 കാരണങ്ങൾ. ആ റോഡുണ്ടാക്കി അതിൽ ചൈന കയറി വരും, ചൈനയ്ക്ക് പ്രകോപനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിർത്തിവെച്ച പദ്ധതികളൊക്കെ നമ്മൾ തുടങ്ങുകയാണ്. അതുകൂടാതെ ഈ റോഡ് മാത്രമല്ല, അതീവ സങ്കീർണവും രഹസ്യാത്മകവും ശക്തവുമായ ചില കാര്യങ്ങൾ കൂടി ചൈനയുടെ അതിർത്തിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സുഡാപ്പി കുഞ്ഞുങ്ങൾ വിഷമിക്കേണ്ട, അടിക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ ചൈനയെയും അടിക്കും. കാരണം പഴയ ഇന്ത്യ അല്ല. പണ്ട് ചൈനയുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ നമ്മുടെ പട്ടാളക്കാർക്ക് ബൂട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നാന്തരം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വിട്ടുകൊണ്ടാണ് നമ്മുടെ പട്ടാളക്കാർ അതിർത്തിയിൽ നിൽക്കുന്നത്. പഴയ ചൈനയുടെ യുദ്ധകാലം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അന്ന് നമ്മൾ ഗുജറാത്ത് നിന്ന് 110 കിലോമീറ്റർ പോകണമായിരുന്നു മറ്റേ റാൺ ഓഫ് കച്ചിലേക്ക്. അതെ അതെ. അടുത്ത ദിവസമൊക്കെ ചെന്നിട്ടൊക്കെ അടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം അവർ അതിർത്തി കയറിയപ്പോൾ നമ്മളുടെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതെ, ശൂന്യമായി കിടക്കുകയായിരുന്നു. അവിടെ പോസ്റ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞ റോഡ് തന്നെ 255 കിലോമീറ്റർ 2019 പണിതാണ്. അപ്പൊ 255 കിലോമീറ്റർ എത്തണം എന്നുണ്ടെങ്കിൽ 1.5 ദിവസം 2 ദിവസമൊക്കെ എടുക്കും. അല്ല, ആ റോഡിന്റെ പ്രത്യേകത ഞാൻ കണ്ടത് 130 കിലോമീറ്റർ നീളത്തിലാണ് ഈ പുതിയ റോഡ് ഉണ്ടാക്കുന്നത്. അതിൽ 9 പാലങ്ങളുണ്ട്. 9 പാലങ്ങൾക്കും 40 ടൺ ഭാരം കയറ്റാവുന്ന പാലങ്ങൾ എന്ന് പറഞ്ഞാൽ കൂറ്റൻ മിലിറ്ററി ടാങ്കുകളും എല്ലാം ഈ പാലത്തിലൂടെ കയറി. അതെ, അത് പുതിയ റോഡ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2019 ഉണ്ടാക്കിയ റോഡ് കൂടി കൂടുതൽ സമയം എടുക്കും. ഇത് പെട്ടെന്ന് എത്താവുന്ന റോഡാണ് നമ്മൾ ബദൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒക്ടോബറിൽ കിഴക്കൻ ലഡാക്കിലെ നയോമ ഗ്രാമത്തില് വ്യോമതാവളം. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള വ്യോമതാവളമാണ് വരാൻ പോകുന്നത്. അത് ഇപ്പോൾ നമുക്കവിടെ 2 വ്യോമതാവളങ്ങൾ ഉണ്ട്. പക്ഷെ അത് കുറച്ച് ദൂരെ LACയിൽ നിന്ന്. ഇത് LACയിൽ നിന്ന് 50 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഒക്ടോബറിൽ ഇത് തുറക്കും. മറ്റേ ബദൽ റോഡ് അടുത്ത കൊല്ലാവുന്നാണ് നവംബറിന് മുമ്പ് കാണുന്നത്. ഇത് ഒക്ടോബറിൽ തുറക്കുന്ന ഇന്നലെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലെ വ്യോമതാവളം ഇത് ബോർഡ്സ് റോഡ്സ് ഓർഗനൈസേഷൻ BRO അതും വ്യോമസേനയും കൂടി ഉണ്ടാക്കുന്നതാണിത്. അപ്പോൾ വേഗത്തിൽ സൈന്യത്തിന് എത്താവുന്ന രീതിയിലാണ് ഈ വ്യോമതാവളം ചെയ്തിരിക്കുന്നത്. പിന്നെ എയർ ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക് സപ്പോർട്ട്. കിഴക്കൻ ലഡാക്കിലെ വടക്കൻ ഭാഗത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. 13,700 അടി ആണ് ഉയരം. അവിടെയാണ് ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള വ്യോമതാവളമാണിത്. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെ കച്ച കിട്ടി നമ്മൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണത്. ഇപ്പോൾ ഈ റോഡ് മറ്റേ സിയാച്ചൻ ബേസ് ക്യാമ്പിൽ നിന്ന് 2 ദിവസം ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ റോഡില് അത് ഏതാനും മണിക്കൂറുകളിൽ എത്താവുന്ന വിധത്തിലാണ് പുതിയ റോഡ് ദൗലത് ബാഗ് ഓൾഡി. ദൗലത് ബാഗ് ഓൾഡി എന്ന് പറയുന്നത് 16,700 അടി ഉയരത്തിലാണ്.
കാരക്കോറം പാസിന്റെ അടുത്ത്. കാരക്കോറം പാസിൽ നിന്ന് വെറും 20 കിലോമീറ്ററേ ഉള്ളൂ. അതെ, എത്രയേ ഉള്ളൂ. 8 കിലോമീറ്റർ LACയിൽ നിന്ന് വടക്കേ അറ്റത്തെ പട്ടാള പോസ്റ്റാണ് ഈ ദൗലത് ബാഗ് ഓൾഡി എന്ന് പറയുന്നത്, ഏറ്റവും വടക്കേ അറ്റത്തെ ഇന്ത്യയുടെ. അപ്പോൾ റോഡ് അങ്ങനെ. ഇത് നയോമ എന്ന് പറയുന്നത് പാങ്ങോങ് സോയുടെ തെക്കൻ കരയിലാണ്. പാങ്ങോങ് സോ എന്നൊക്കെ നമ്മൾ നേരത്തെ യുദ്ധമൊക്കെ നടക്കുന്ന കാലത്ത് ചൈനയുമായിട്ട് ഒരു പോരാട്ടം ഉണ്ടായല്ലോ അവിടെ. ആ സമയത്ത് ഈ നദിയുടെ ഒക്കെ കരയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ തെക്കൻ കരയിലാണിത്. 13,700 അടി, 2.7 കിലോമീറ്റർ റൺവേ, 2.7 കിലോമീറ്റർ റൺവേ. ഈ പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് ഹിമാങ് എന്നാണ്. റഫേൽ, SU, LCA തേജസ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2020 ഗാൽവാൻ സംഘർഷം ഉണ്ടായപ്പോൾ ആ ഗാൽവാൻ സംഘർഷം മുതൽ കിഴക്കൻ ലഡാക്കിൽ ഒരു എയർ സ്ട്രിപ്പ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ എയർ സ്ട്രിപ്പ് പരിഷ്കരിച്ചുണ്ടാക്കിയതാണ് ഈ വ്യോമതാവളം. എയർ സ്ട്രിപ്പ് ഒരു വിമാനത്താവളമായിട്ടങ്ങ് മാറ്റി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വ്യോമതാവളമാക്കി. ഇപ്പോൾ അവിടെ വ്യോമതാവളം 2 ഉണ്ട്. ലഡാക്കില്, ലേയിലും തോയ്സയിലും 2. അത് 100 കിലോമീറ്റർ ഉണ്ട് LACയിൽ നിന്ന്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 3 വ്യോമതാവളങ്ങൾ അവിടെ ആവുന്നു എന്നുള്ളതാണ്, ചൈനയെ പേടിപ്പിച്ചുകൊണ്ട്. ചൈന പേടിപ്പിക്കുക മാത്രമല്ല, നമുക്ക് ചൈനയെ പേടിയില്ല എന്ന് പറയാം. ചൈന കഴിഞ്ഞ ദിവസം മറ്റേ ഡാമിന്റെ പണി തുടങ്ങുകയും ചെയ്തു അരുണാചലിന്റെ അപ്പുറത്ത്. അപ്പോൾ നമുക്ക് ചൈനയുടെ ഭാഗത്തു നിന്നൊരു ഭീഷണി ഉണ്ടായാൽ ഉടൻ പ്രതികരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പണിയുന്നത്. അത് വളരെ വ്യക്തമായി നമ്മൾ പറയുന്നുമുണ്ട്. ഇപ്പോൾ വ്യോമതാവളം ഉണ്ടാക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ അത് സ്ഥിരമായിട്ട് ഒരേ തരത്തിലാണ്, സ്റ്റേബിൾ വെതറാണ്. യുദ്ധവിമാനങ്ങൾക്ക്, ട്രാൻസ്പോർട്ട് പ്ലെയിനുകൾക്കൊക്കെ ഇറങ്ങാവുന്ന വിധത്തിൽ അത്രമാത്രം കാലാവസ്ഥ സ്ഥിരമാണ്. C-13J സൂപ്പർ ഹെർക്കുലിസ്, AN-32, M117 ഹെലികോപ്റ്ററുകൾ, CH-474 ചിനൂക്ക്, AH-64E അപ്പാച്ചെ, ഇതൊക്കെ അവിടെ പറപ്പിച്ച് നോക്കി നമ്മൾ. അവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഗാൽവാൻ കാലത്തും ഒക്കെ പറപ്പിച്ച് നോക്കിയതാണ്. പിന്നെ അവിടെ അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് 2020 നമ്മൾ ഈ ഗാൽവാൻ സമയത്ത് നമുക്കവിടെ ഉണ്ട്. ആ ലാൻഡിംഗ് ഗ്രൗണ്ട് എടുത്താണ് ഇപ്പം ശരിയാക്കിയത്. 218 കോടി രൂപ മുടക്കി ഇതിനു വേണ്ടിയിട്ട്. ബോംബ് പ്രൂഫ് ഹാങ്ങറുകളാണ് വിമാനങ്ങൾ, ബോംബിട്ടാൽ തകരാത്ത ഹാങ്ങറുകളാണ് അവിടെ. എയർ ട്രാഫിക് കൺട്രോളുണ്ട്, ആയുധ നിലവറകളുണ്ട് ഈ വ്യോമതാവളത്തിൽ. എന്ന് പറഞ്ഞാൽ ആയുധ ഡിപ്പോകൾ അതിൻ്റെ അകത്തുണ്ട്. ഒരു വനിത ആണ് ഇത് മൊത്തം നേതൃത്വം വഹിക്കുന്നത്. കേണൽ പൊന്നുങ് ഡോമിങ് എന്ന് പറഞ്ഞ സ്ത്രീ, വനിത കോംബാറ്റ് എഞ്ചിനീയർ ആണ് ഈ മൊത്തം. പേര് കേട്ടിട്ട് നോർത്ത് ഈസ്റ്റുകാരിയാണെന്ന് തോന്നുന്നു, അരുണാചൽ പ്രദേശോ അതെ ആ ഭാഗത്തു നിന്നുള്ള ആളാണ്, മേഘാലയോ ഒക്കെ ആയിരിക്കാം. പ്രോജക്ട് ഹിമാങ്, അല്ല ആ ടെറൈൻ അറിയാവുന്ന ഒരാളെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അത് വേണം. അപ്പോൾ കേണൽ പൊന്നുങ് ഡോമിനാണ് നേതൃത്വം. -40 ഡിഗ്രി വരെ അവിടെ തണുപ്പ് വരാം, അങ്ങനത്തെ കാലാവസ്ഥയാണ്. അപ്പം അതിലുമൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ പൊന്നുങ്ങിനെയൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം ആ പ്രദേശത്ത് നിന്നുള്ള അവിടുത്തെ ഭൂമിശാസ്ത്രം നന്നായി അറിയാവുന്ന, അവിടുത്തെ കാലാവസ്ഥയായിട്ടൊക്കെ ഇടപഴകി ശീലമുള്ള ആളുകൾ. അതെ, അപ്പോൾ അങ്ങനെ ഒരാളെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൈനക്കിട്ട് താങ്ങാനായിട്ട്, ചൈനക്കിട്ട് നമ്മൾ താങ്ങില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു രാജ്യത്തെ അങ്ങോട്ട് ആക്രമിക്കില്ല എന്നുള്ളത് നമ്മുടെ പോളിസിയാണ്. പക്ഷെ ചൈന എന്ന് പറയുന്നത് വലിയൊരു ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾ, നിങ്ങൾ പാകിസ്ഥാനെ അടിക്കും, പാവം രാജ്യമല്ലേ, ചൈനയോടൊന്ന് അടിച്ച് കാണിക്കുക, 56 ഇഞ്ച് കാണട്ടെ എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടി കോൺഗ്രസ് സർക്കാരുകൾ, നരേന്ദ്രമോദി സർക്കാരിന് മുമ്പ് വരെ ഇന്ത്യ ഭരിച്ച വാജ്പേയിയുടെ ഒരു ടൈം മാറ്റി നിർത്തിയാൽ
അവർ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി എന്ത് ചെയ്തു, ചൈനയുടെ അതിർത്തിയിൽ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി, എത്ര റോഡുണ്ടാക്കി, എത്ര എയർ സ്ട്രിപ്പുകൾ ഉണ്ടാക്കി, എത്ര സേനാവിന്യാസം നടത്തി എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ വലിയ തോതിലുള്ള സേനാ സന്നാഹം ചൈനയുടെ അതിർത്തിയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കുന്നത്. അത് കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെന്താന്ന് വെച്ചാൽ ചൈനയ്ക്ക് യുദ്ധ അനുഭവം 1962 ശേഷം ഇല്ല, നമുക്കെന്നുമുണ്ട്. അല്ല, അത് മാത്രമല്ല, ഇത് ചൈന നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചൈന പ്രകോപിതരാകും, അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നയമല്ല. പ്രകോപിക്കുന്നെങ്കിൽ പ്രകോപിക്കടാ, നീ ഒന്ന് പ്രകോപിച്ച് വാ നോക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇന്ത്യ മാറി. അത് ഇന്ത്യ ഈ ലോകത്ത് തന്നെ വലിയ ആയുധ ഡീലറായി. നമുക്ക് ബ്രഹ്മോസിനുമൊക്കെ ഒരുപാട് രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ വലിയ തോതിൽ നമ്മുടെ ആയുധങ്ങളുടെ ശക്തി ചൈനീസ് ആയുധങ്ങളുടെ ശക്തി ഇല്ലായ്മ വിളിച്ചോതിയതാണ് ലോകത്തിന്റെ മുമ്പിൽ. അതുകൊണ്ട് ഈ നിഴൽ യുദ്ധങ്ങളാണ് ചൈന കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡോ പസഫിക്കിൽ ചൈനയേക്കാൾ വലിയ ശക്തിയാണ് ഇന്ത്യ എന്നുള്ളത് താമസിയാതെ ഒക്കെ പല കാര്യങ്ങൾ കൊണ്ടും തെളിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.